അപ്പം ഞാൻ വിചാരിച്ചേ ഒന്ന് പല്ലൊന്ന് എന്തായാലും ഒന്ന് കാണിച്ചിട്ട് വരാന്നത്. ഈ ചെറിയ സാധനത്തിൻ്റെ പല്ല് കാണിക്കാൻ പോവാ. നമ്മൾ എന്താ പറയുക, മിഠായിയുടെ നല്ല കൂടിയോ നമ്മളെ കണ്ണ് തെറ്റുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങിച്ചു തരാഞ്ഞ പലരും ഇപ്പം ഇവരുടെ മറ്റേ കൂട്ടുകാരെ പോലെയാണല്ലോ. പണ്ടത്തെ ആൾക്കാരൊക്കെ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഒഴിവാക്കി നടന്ന നമ്മുടെ വാപ്പമാരൊക്കെ ഇവന്മാരുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം കൂട്ടി നിന്ന് പല്ല് നല്ല പരുവാകുന്നുണ്ട്. അപ്പോൾ ഒരു പല്ല് അടപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും കാണിക്കാൻ പോകണം. അപ്പം ഞാൻ കരുതി എൻ്റെ പല്ലും കൂടെ കാണിക്കുക. എല്ലാവരും പറയുന്നതല്ലേ ഈ ഫ്രണ്ടിലെ പല്ലിൻ്റെ കാര്യം. ഇതുണ്ട ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. എൻ്റെ പല്ല് മായൊക്കെ എന്താ ഭംഗി. പക്ഷെ ആ ഉണ്ടച്ച് മുഖം അങ്ങ് മാറിയപ്പോഴത്തേക്കും അങ്ങ് പല്ല് മോന്ത ഇങ്ങനെ തേമ്പിയതുപോലെ തന്നെ പല്ലുമൊക്കെ അങ്ങനെ ആയിപ്പോയി. എന്തായാലും നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എന്തായാലും ഒരു വഴിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന എനിക്ക് പോകുന്ന വഴിക്ക് അവനെ കാണിക്കുക എന്നെ കാണിക്കുക. ഇവനെ 3 മാസം മുന്നേ എൻ്റെ പല്ലൊന്ന് അടച്ചു വെച്ചതാണ്. പക്ഷെ നമ്മളെത്ര പറഞ്ഞാലും പിള്ളേരല്ലേ, മിഠായി എന്ന് പറയുന്നത് നമ്മളില്ലാത്ത സമയങ്ങളിൽ അവരെങ്ങനെയും കറക്റ്റ് അത് അകത്താക്കും. അപ്പം അങ്ങനെ പോയത് കൊണ്ട് എന്തായാലും രക്ഷപ്പെട്ട് അടുത്ത പല്ലിനും അതേപോലെ തന്നെ കയറുമെന്നിരിപ്പുണ്ടായിരുന്നു. പക്ഷേ ആൾ അലമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കും പ്രശ്നമില്ല, ഡോക്ടർക്കും പ്രശ്നമില്ല. ആൾ നീറ്റായിട്ട് ഇരുന്ന് കൊടുക്കുക. കാരണം ഡോക്ടർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെത് കാണിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് മോണയുടെ ഗമിഷു ആണ്, മോണ താങ്ങാൻ വന്നിട്ടുണ്ട്. അപ്പം പല്ലിൽ കമ്പി ഇടണേലും അല്ലെങ്കിൽ അലൈൻ ചെയ്യുന്നതിലും നമുക്ക് ഡോക്ടറെ, അതായത് മോണ ഡോക്ടറെ കാണിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മോണയ്ക്ക് നല്ല രീതിയിൽ ഹെൽത്ത് എന്താണെന്ന് നോക്കണം, എങ്കിൽ മാത്രമേ അത് നമുക്ക് പോസിബിൾ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സ്റേ എടുക്കാനൊക്കെ എഴുതി തന്ന് നെക്സ്റ്റ് വീക്കിലേക്ക് അപ്പോയിൻമെൻറ്റ് എടുത്ത് ഞാനിങ്ങനെ തിരിച്ചു പോകുന്നു. എല്ലാവരും പറയുന്നതല്ലേ ഒരു ചേഞ്ചസ് വന്നാലോ എന്ന് വിചാരിച്ച കാര്യം. പല്ലിൻ്റെ ബുദ്ധിമുട്ട് എനിക്കും തോന്നി തുടങ്ങി. ഫ്രണ്ട് പല്ല് ഒന്നുകൂടി നമ്മുടെ ഫേസ് ഒട്ടുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ ഒട്ടി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന് നല്ല ചൂട് ചോർമത്തൊക്കെ അങ്ങനെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. മാറ്റങ്ങൾ എല്ലാവർക്കും ആവശ്യമാണല്ലോ, നമുക്കൊന്ന് നോക്കാം.